الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിനയാന്വിതരായ ദാസന്മാർ, ഇബാദുർ റഹ്മാൻ, അവരുടെ വിശേഷണങ്ങളെ സംബന്ധിച്ച് ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. قال الله عز وجل وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. സത്യവിശ്വാസികൾ അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി സഞ്ചരിക്കുന്നവരാണ്. അവിവേകികളായ ആളുകൾ അവരോട് പ്രശ്നങ്ങൾക്ക് വേണ്ടി തുനിഞ്ഞാൽ അവർ പറയും സലാമ, സമാധാനം, സമാധാനം. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിന്ന് നമസ്കരിച്ചുകൊണ്ടും സുജൂദിൽ വീണുകൊണ്ടും ഇബാദത്തെടുക്കുന്നവരാണവർ. മാത്രമല്ല അവരിപ്രകാരം പറയുകയും ചെയ്യും വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നവർ പ്രാർത്ഥിക്കും. അന്ത്യദിനത്തിൽ പരലോകത്ത് വച്ച് കഠിനമായ അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്നതിൽ നിന്ന് ഭയപ്പെടുകയും ജീവിതത്തെ വിശുദ്ധിയോടുകൂടി കൊണ്ടുപോകുകയും ചെയ്യുന്നവരാണവർ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സത്യവിശ്വാസികൾ അവർ ചിലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ, അവർ അമിതത്വം കാണിക്കാത്തവരാണ്, ധൂർത്ത് കാണിക്കാത്തവരാണ്. അന്യായമായി അവരുടെ ധനം ദുർവ്യയം ചെയ്യാത്തവരാണ്. വലം യഖ്തുറൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ചതായ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ പിശുക്ക് കാണിക്കാത്തവരുമാണ്. വകാന ബൈന ദാലിക ഖവാമ, അവരുടെ സമ്പത്ത് വിനിയോഗിക്കുന്നിടത്ത് ധൂർത്തിനും പിശുക്കിനും ഇടയിൽ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരാണവർ എന്ന് വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു
കുലൂ വഷ്റബൂ വതസദ്ദഖൂ മിൻ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചിലവഴിക്കുകയും ചെയ്തുകൊള്ളുക. മിൻ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. ഒരിക്കലും തന്നെ ദുർവ്യയമോ അമിതമായി നിങ്ങളുടെ ധനത്തെ ദൂർത്തടിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ അഹന്ത നടിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവൻ്റെ മേൽ അഹങ്കരിക്കുകയും ചെയ്യരുത്. ഒരു മനുഷ്യൻ തൻ്റെ ധനത്തെ ചിലവഴിക്കുന്നിടത്ത് മിതത്വം പാലിക്കാൻ അവന് സാധിക്കണമെങ്കിൽ ധനം അല്ലാഹുവിൻ്റെ നിഅമത്താണ് എന്നുള്ള ബോധ്യം അവനുണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അല്ലാഹുവിൻ്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്കും നൽകുവിൻ എന്നാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധനത്തിൽ കൈകാര്യകർത്താവായി നിയോഗിച്ചവൻ മാത്രമാണ്. എന്നാൽ പരമമായ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ള ബോധ്യമാണ് ഒരു വിശ്വാസിയെ നയിക്കുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ തുബദ്ദിർ തബ്ദീറ. നീ ഒരിക്കലും തന്നെ നിന്റെ ധനത്തെ ദൂർത്തടിച്ചു കളയരുത് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ വകാന അശ്ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ദൂർത്തടിക്കുന്ന ആളുകൾ അവർ പിശാചിൻ്റെ സഹോദരങ്ങളാണ്. പിശാചാകട്ടെ തൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനുമാണ്. അഥവാ തൻ്റെ ധനത്തെ ദൂർത്തടിക്കുന്ന മനുഷ്യനെക്കുറിച്ച് അവൻ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യുന്ന പിശാചിൻ്റെ സഹോദരനാണ്, അഥവാ പിശാചിനെ പോലെയുള്ള സ്വഭാവമാണത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്. നീ പിശുക്ക് കൊണ്ട് നിന്റെ കഴുത്തിന് പിടിക്കരുത്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. അതുപോലെ തന്നെ നീ ധനം ചിലവഴിക്കുന്നിടത്ത് നിന്റെ ഇരു കൈകളും നിയന്ത്രണമില്ലാതെ തുറന്നിടുകയും ചെയ്യരുത്. അത് രണ്ടും നിന്നെ പരാജയത്തിലേക്ക് നയിക്കുകയും പിന്നീട് നീ അതിൽ ഖേദിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ധനത്തെ ചിലവഴിക്കുന്നിടത്ത് അവന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഒന്ന്, ഹലാലായ മാർഗത്തിലേ അവൻ ചിലവഴിക്കാവൂ. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുകയും ഹലാലായ മാർഗത്തിലൂടെയാണ് അവനത് ചിലവഴിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമതായി അള്ളാഹുവിൻ്റെ അവാമിറുകൾ ആ ധനവുമായി ബന്ധപ്പെട്ടവൻ പാലിക്കണം. അതിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ അവൻ നൽകണം. വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. ധനം ലഭിക്കാതെ പോയ പ്രയാസപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ തൻ്റെ പക്കൽ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്നവനും അവൻ്റെ സമ്പത്തിൽ ഒരവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പാവപ്പെട്ടവർക്കും ദരിദ്രരായ ആളുകൾക്കും അത്താണിയാകാൻ കൂടി ഒരു മനുഷ്യൻ്റെ സമ്പത്ത് അവൻ വിനിയോഗിക്കണമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൽ മാ ശിഅ്ത്, നിനക്കിഷ്ടമുള്ളത് എന്തും നിനക്ക് ഭക്ഷിക്കാം. വഷ്റബ് മാ ശിഅ്ത്, നിനക്കിഷ്ടമുള്ളത് നിനക്ക് കുടിക്കാം. വൽബസ് മാ ശിഅ്ത്, നിനക്കിഷ്ടമുള്ള വസ്ത്രവും നീ ധരിച്ചോ. മിൻ മാ അഖ്തഅത്ക ഇത്നതാൻ, രണ്ട് കാര്യങ്ങൾ അതിൽ കടന്നു വരാത്തിടത്തോളം കാലം ഇസ്റാഫുൻ വലാ മഖീല. രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ധൂർത്തും മറ്റൊന്ന് അഹങ്കാരവുമാണ്. അങ്ങനെ അഹങ്കാരവും തൻ്റെ ധനത്തിലൂടെ നടിക്കുന്നവരിൽ നീ ഉൾപ്പെടുകയും ചെയ്യരുത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد
അയ്യുഹൽ ഇഖ്വ ഉസീക്കും ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടവനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉമൂർ. ചില കാര്യങ്ങളെക്കുറിച്ച് പടച്ച റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറഞ്ഞിട്ടല്ലാതെ മുഅ്മിനായ മനുഷ്യന് തൻ്റെ കാലുകൾ ചലിപ്പിക്കാൻ അന്ത്യദിനത്തിൽ സാധിക്കുകയില്ല. അതിലൊരു കാര്യമാണ് വഅൻ മാലിഹി, തൻ്റെ ധനത്തെക്കുറിച്ച്, മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, ആ ധനം എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നും ആ ധനം എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്നും. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المستضعفين في كل مكان. اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اشتد وطأتك على أعداء الإسلام. اللهم أرنا فيهم عجائب قدرتك يا قوي يا متين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين والحمد لله رب العالمين. وأقم الصلاة.